എന്താണ് ഉണ്ടായത്? എങ്ങനെയാണ് ഈ കടുവ ചത്തത്? എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്തയാണ് ഈ നരഭോജി കടുവ ചത്തു എന്നുള്ള വാർത്ത വരുമ്പോൾ വിവരങ്ങൾ. SKN ഏറെ ആശങ്കകൾക്കൊടുവിൽ ഈ കടുവ ചത്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുൻപാണ് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടായത്. ഈ ചത്ത കടുവയുടെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. ഏറ്റവും ഈ ജനങ്ങളെ സംബന്ധിച്ച് ആശങ്ക ഒഴിവാകുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ രാധയെ ആക്രമിച്ച കടുവ തന്നെയാണ് എന്നുള്ള കാര്യത്തിലേക്കും ഒരു സ്ഥിരീകരണം വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം CCF KS ദീപ ഒരു വിശദീകരണം നൽകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവർ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. ഇന്ന് രാവിലെ കടുവയെ ഈ മേഖലയിൽ പിലാക്കാവ് മേഖലയിൽ കണ്ടു എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു. ഈ കടുവ ആശ്വാസകരമായ വാർത്ത വരുന്നു. പഞ്ചാരക്കൊല്ലിയിൽ ആശ്വാസത്തിന്റെ കാറ്റ്. ദീപക് തർമ്മണം കൂടി നമുക്കൊപ്പം ചേരുന്നു. ദീപക് പറയൂ, വനം മന്ത്രി ഈ വാർത്ത സ്ഥിരീകരിച്ചോ? SKN വനമന്ത്രി AK ശശീന്ദ്രൻ ഈ വാർത്ത സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതായത് നരഭോജി കടുവ ഒരുപക്ഷെ സംസ്ഥാനത്തെ ആകെ ആശങ്കയിലാക്കിയ, വയനാട്ടിലെ ജനങ്ങളെ ആശങ്കയിലാക്കിയ പഞ്ചാരി കൊല്ലിയിലെ ഈ നരഭോജി കടുവ ചത്തു കഴിഞ്ഞു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഈ കാര്യം CCF ദീപ ഒപ്പം തന്നെ അവിടെയുള്ള വൈൽഡ് ലൈഫ് വാർഡൻ വനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു. വനമന്ത്രിയുടെ PS മധു ഇവരുമായി സംസാരിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം വനമന്ത്രി AK ശശീന്ദ്രൻ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളെ കാണും. ഒരുപക്ഷെ വലിയ ആശ്വാസം, SKN പറഞ്ഞതുപോലെ പഞ്ചാരക്കൊല്ലിയിലേക്ക് ആശ്വാസത്തിന്റെ കാറ്റായാണ് ഈ വാർത്ത എത്തുന്നത്. ഇന്ന് RRT ഓപ്പറേഷൻ ടീം ഇതിനുവേണ്ടി ഈ ഓപ്പറേഷന്റെ ഭാഗമായി ഈ വനമേഖലയിലേക്ക് പോയ സമയത്താണ് ചത്ത നിലയിൽ കണ്ടത്. അതായത് വെടിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ചലനമില്ലെന്ന് മനസ്സിലാക്കി അടുത്തേക്ക് പോകുന്നു. ആ ഘട്ടത്തിൽ ഈ നരഭോജി കടുവ ചത്തു എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു. ഈ വിവരം ഉടൻ തന്നെ വനമന്ത്രിയുടെ ഓഫീസിലേക്ക് അറിയിച്ചു. വനമന്ത്രിയുടെ ഓഫീസ് അതിന് സ്ഥിരീകരണം നൽകി കഴിഞ്ഞു. ഞാൻ അല്പം മുൻപ് വനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മധുവുമായി സംസാരിച്ചു. വനമന്ത്രി AK ശശീന്ദ്രനുമായി സംസാരിച്ചു. അദ്ദേഹം 8:15 വനമന്ത്രി മാധ്യമങ്ങളെ കാണും കോഴിക്കോട് വെച്ച്. ഏതായാലും ഒരു ആശ്വാസം, ആശങ്കയ്ക്ക് ഒടുവിൽ ഒരു ആശ്വാസത്തിന്റെ വാർത്ത എത്തിയിരിക്കുകയാണ് SKN. ആശ്വാസകരമായ വാർത്തയാണ്. മാനന്തവാടിയെയും അതുപോലെ പഞ്ചാരക്കൊല്ലിയൊക്കെ വിറപ്പിച്ച ഈ നരഭോജി കടുവ കൊല്ലപ്പെട്ട നിലയിൽ അല്ലെങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ കടുവ ചത്തു എന്ന് പറയുമ്പോൾ സാധാരണ ഈ മരണമൊക്കെ വരുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ മനുഷ്യനെ, പച്ചയായ മനുഷ്യനെ കടിച്ചു നിന്ന് കൊലപ്പെടുത്തുന്ന ഈ കടുവയുടെ അന്ത്യമുണ്ടായി എന്നറിയുമ്പോൾ നമുക്ക് ആശ്വാസം. കാരണം ഇനിയൊരു മനുഷ്യൻ്റെ മുന്നിലേക്ക് ഈ കടുവ ചാടി വീഴില്ലല്ലോ എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് പഞ്ചാരക്കൊല്ലിയെ തേടിയെത്തുന്നത്. അഭിജിത്ത് മുഴക്കൊന്ന് വീണ്ടും ചേരുന്നു. അഭിജിത്ത്, വിവരങ്ങൾ. തുടർന്നാണ് ആ കടുവയെ SKN ഈ കടുവ ചത്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളെ സംബന്ധിച്ച് അവരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആശങ്കയിൽ നിർത്തിയതാണ് ഈ കടുവ. ഈ കടുവയുടെ ആക്രമണം ആദ്യം രാധ എന്ന സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്നു. രാധയ്ക്ക് മരണം സംഭവിക്കുന്നു, രാധ കൊല്ലപ്പെടുന്നു. അതിൽ പിന്നെ ഇങ്ങോട്ട് ഈ പഞ്ചാരക്കൊല്ലി മേഖലയിലുള്ളവർ വലിയ ആശങ്കയിലൂടെ കടന്നു പോകുന്നു, ഭീതിയിൽ കടന്നു പോകുന്നു. അവർക്ക് വീടിന് പുറത്തിറങ്ങാൻ ഭയം തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ കടുവ ചത്തു എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. കടുവയുടെ ഇന്ന് രാവിലെ ഈ RRT സംഘത്തിലുള്ളവർ കടുവയെ ഈ മേഖലയിൽ, പിലാക്കാവ് മേഖലയിൽ കണ്ടു എന്നുള്ളൊരു വിവരമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് വലിയ പരിശോധന മേഖല കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്തതാണ്. CCFും DFOയും അരുൺ സഖറിയ ഉൾപ്പെടെയുള്ളവർ ഈ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിച്ചതാണ്. അതിനിടയിലാണ് ഈ ഉൾക്കാട്ടിലേക്ക് കയറിയുള്ള ഒരു പരിശോധനയ്ക്കിടെ കടുവയെ ചത്ത നിലയിൽ കാണുന്നത്. എങ്ങനെയാണ് ഈ കടുവ ചത്തത് എന്നതടക്കമുള്ള വിവരങ്ങളിൽ ഒരു കൃത്യമായ വിശദീകരണം അല്ലെങ്കിൽ അക്കാര്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ വ്യക്തമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. CCF KS ദീപ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഉൾക്കാട്ടിൽ വെച്ച് RRT സംഘത്തിലെ ജയസൂര്യ എന്നയാൾക്ക് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ഈ RRT സംഘം തിരച്ചിൽ നടത്തുന്നതിനിടെ പിന്നിൽ നിന്നെത്തിയ കടുവ ഇദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ചാടി വീഴുകയായിരുന്നു. അദ്ദേഹം ഷീൽഡ് ഉപയോഗിച്ച് ഈ കടുവയെ പ്രതിരോധിച്ചു. ഇന്ന് പുലർച്ചെ 2:30 മണിക്കാണ് ഈ കടുവയെ ചത്ത നിലയിൽ ഈ വനംവകുപ്പ് കണ്ടെത്തിയതെന്നാണല്ലോ വിവരങ്ങൾ. അതിന്റെ എന്തെങ്കിലും വിശദാംശം കിട്ടി? എവിടെ വെച്ചാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ് ഈ കടുവയെ കണ്ടത്? കാണുമ്പോൾ ഈ കടുവയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു, അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ?
SKN പിലാക്കാവ് മേഖലയിലാണ് രാവിലെ നൈറ്റ് പെട്രോളിംഗിന് ഇറങ്ങിയ RRT സംഘം കടുവയെ കണ്ടു എന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മേഖലയിൽ വലിയ പരിശോധന രാവിലെ മുതൽ തന്നെ ആരംഭിക്കുകയും ചെയ്തതാണ്. ആ ഘട്ടത്തിലാണ് പിന്നീട് ഈ കടുവയെ ചത്ത നിലയിൽ കാണുന്നത്. ഈ വെടിവെക്കുന്നതിനായി ഇതിനെ സ്പോട്ട് ചെയ്ത ശേഷം വലിയ രീതിയിലുള്ള സന്നാഹം ഈ RRT സംഘം ഉൾപ്പെടെ ആ മേഖല കേന്ദ്രീകരിച്ചു നീങ്ങുന്നതിനിടയിലാണ് ഈ കടുവയ്ക്ക് അനക്കമില്ല എന്നുള്ളൊരു കാര്യം ഇവർക്ക് മനസ്സിലാകുന്നത്. തുടർന്ന് ഇവർ നടത്തിയ പരിശോധനയിലാണ് കടുവ ചത്തു എന്ന് മനസ്സിലാക്കുന്നത്. SKN പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഈ RRT സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായ വേളയിൽ ഈ കടുവയ്ക്ക് നേരെ ഒരു മയക്കുവെടി വെച്ചിരുന്നു. പക്ഷേ ഇന്നലെ മന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയത് ആ മയക്കുവെടി ഈ കടുവയ്ക്ക് ഏറ്റിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ കടുവയ്ക്ക് വെടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ, അതാണോ ഈ മരണത്തിലേക്ക്, ഈ കടുവ ചാവുന്നതിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം നമുക്ക് ഉടനെ ലഭിക്കും. ഇനി ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ ആക്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ടുണ്ടായ ഇവരുടെ ഈ ദൗത്യത്തിനിടയിൽ തന്നെയാണോ കടുവ ചത്തത് എന്ന കാര്യങ്ങളിൽ നിലവിലൊരു വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ നമ്മളുമായി സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളെ അവർ അല്പസമയത്തിനകം കാണുകയും ചെയ്യും. ഏതായാലും SKN നാട്ടുകാരെ സംബന്ധിച്ച് അവരുടെ ആശങ്കയ്ക്ക് ഒരു അറുതി വന്നിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം. നരഭോജി കടുവ തന്നെയാണ് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് നിലവിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നാട്ടുകാരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ആ കടുവയുടെ അന്ത്യം ഉണ്ടായിരിക്കുന്നു. അത് അവരെ സംബന്ധിച്ച്, പഞ്ചാരക്കൊല്ലിയിലുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. അവർക്ക് പുറത്തിറങ്ങി നടക്കാം, അവരുടെ ആശങ്കകൾ ഒഴിയുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. വലിയ രീതിയിൽ വന്യജീവി ആക്രമണങ്ങളുടെ ഭീതിയിൽ കഴിയുന്ന ഒരു നാടായിരുന്നു പഞ്ചാരക്കൊല്ലി. അതിൽ ആനയും കാട്ടുപോത്തും കാട്ടുപന്നിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കടുവയുടെ ഒരു ആക്രമണം അവർക്ക് അത് കഴിഞ്ഞ ദിവസമാണ്. അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് കടുവയുടെ ആക്രമണം ഉണ്ടായത്. രാധ എന്ന സ്ത്രീക്ക് ഈ പഞ്ചാരക്കൊല്ലിയിലെ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്ത് വെച്ച് രാധയ്ക്ക് കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നു. അവർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉടലെടുക്കുന്ന ഒരു സാഹചര്യം. കടുവയെ ഏറ്റവും വേഗം കണ്ടെത്തുക, അതിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് നാട്ടുകാരെത്തുന്നു. തുടർന്ന് ഏറ്റവും വേഗത്തിലുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് വനം വകുപ്പ് കടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രത്യേക ദൗത്യ സംഘത്തെ ഉണ്ടാക്കുന്നു. RRT സംഘങ്ങൾ ഇവിടേക്ക് എത്തുന്നു. കൂടുതൽ ഷാർപ്പ് ഷൂട്ടർമാരെ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. അങ്ങനെ